എൻ്റെ ഫാമിലിയുടെയും വക ഹാപ്പി ദീപാവലി. ഇപ്പം ദീപാവലി ആയത് കാരണം ഞാൻ ഓർത്ത് കുറച്ച് സ്വീറ്റ്സിൻ്റെ വീഡിയോസ് ഇടാം. അപ്പോൾ ഇന്ന് ആദ്യത്തെ വീഡിയോ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ജിലേബിയാണ്. അപ്പോൾ ജിലേബിക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു കപ്പ് ഉഴുന്ന്. ഈ ഉഴുന്നിനെ ഞാനൊരു 4-5 മണിക്കൂർ കുതിർത്തിട്ട് ഞാനിങ്ങനെ ഊറ്റി വെച്ചിരിക്കുക. കണ്ടോ, ഇത്രയും കുതിർത്ത് കഴിയുമ്പോഴത്തേനും ഇത്രയും നല്ലതായിട്ട് കുതിർത്ത് 3-4 മണിക്കൂർ ഞാനിത് കുതിർത്തായിരുന്നു. എന്നിട്ട് ഞാനിതിപ്പോൾ ഇനി മിക്സിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മളിത് നല്ലോണം കുറച്ച് വെള്ളം ഉപയോഗിച്ച് നല്ലോണം അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് കാണിച്ച് ഞാൻ 2ആയിട്ടാണ് അരയ്ക്കുന്നത്. നമുക്ക് ഈ ഉഴുന്ന് നല്ലതുപോലെ അരഞ്ഞ് കിട്ടാനുണ്ട്. അപ്പോൾ ഒരുമിച്ചിട്ടാൽ ചിലപ്പോൾ ഇത് അരയത്തില്ല. അപ്പോൾ അത് കാരണം ഞാനിത് ഹാഫ് പോർഷൻ ഇട്ടിട്ട് നല്ലോണം അരച്ചെടുക്കാം. അപ്പോൾ ഈ അരയ്ക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഉപയോഗിക്കാം. കുറച്ച് വെള്ളം ഉപയോഗിച്ച് നമുക്ക് അരയ്ക്കാം. കണ്ടോ, ഈ കൺസിസ്റ്റൻസിയിൽ അരയ്ക്കുക. അപ്പം നമ്മൾ അരച്ചെടുത്ത ഉഴുന്ന് കണ്ടോ, ഒരുപാട് വെള്ളം ഒഴിക്കാതെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാൻ. അപ്പം അതിൻ്റെ കൂട്ടത്തിന് നമുക്ക് ഇടേണ്ടത് ഇത് അരിപ്പൊടി 2 ടീസ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ 2 ടീസ്പൂൺ അരിപ്പൊടി ഇതിനകത്ത് ഇടുക. പിന്നെ അതുപോലെ 2 ടീസ്പൂൺ കോൺഫ്ലവർ. അപ്പോൾ ഇതിട്ടിട്ട് നല്ലോണം അങ്ങ് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ നല്ലോണം ഇത് കുഴച്ചു. അപ്പോൾ ഇനി ജിലേബിക്ക് സാധാരണ ഒരു ജിലേബി കളർ ഉണ്ടല്ലോ, ഒരു യെല്ലോ ഓറഞ്ച് കളർ, അത് ഫുഡ് കളറാണ് ഞാനത് ചേർക്കുന്നത്. ഒരു ലേശം ചേർത്താൽ മതി. ജിലേബി കളർ വാങ്ങാൻ കിട്ടും. നമുക്ക് എത്ര കളറ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ല, നമ്മുടെ ജിലേബിയുടെ കളറിനനുസരിച്ച് ചേർക്കും. എല്ലാം ഈ അളവിൽ തന്നെ ഇടുക, അല്ലെങ്കിൽ ചിലപ്പം ഈ ജിലേബി ഉണ്ടാക്കുമ്പോൾ അളവ് കൃത്യമായിരിക്കണം. ഈ ഇട്ടിരിക്കുന്നതെല്ലാം ഈ ഉഴുന്ന 1 കപ്പ് കുറച്ചുകൂടെ കളർ വേണം, ഇച്ചിരി. അപ്പോൾ അതേ മാവ് റെഡിയായി. മാവ് ഞാൻ കലക്കി ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ കുഴച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേ അളവിൽ തന്നെയാണ് ഞാൻ 2.5 കപ്പ് പഞ്ചസാര ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. ഇനി ഇത് നമ്മൾ ആദ്യം സിറപ്പ് ആക്കണം. അപ്പോൾ ഈ 2.5 കപ്പ് പഞ്ചസാരയിൽ 2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് വയ്ക്കാനുണ്ട്. അത് ആദ്യം സിറപ്പാക്കി വെച്ചിട്ട് നമുക്കിത് ജിലേബി നമുക്ക് ഫ്രൈ ചെയ്തിട്ട് ഈ ഷുഗർ സിറപ്പ് നമുക്ക് അതായത് 1 സ്ട്രിങ് കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുവരണം. തിളച്ച് നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസിയിലേക്ക് വരണം. അപ്പോൾ അതിന് മുന്നേ നമുക്കിതിൽ 2 കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ്. അത് ഇതിനകത്തോട്ടിട്ട് ഒരു കുറച്ച് മതിയാവും. ഞാനത് 1 ടീസ്പൂണോളം ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ഒരു ലൈമിൻ്റെ ജ്യൂസും കൂടെ ഇതിനകത്ത് വയ്ക്കും. നമ്മൾ ഈ ലൈം ജ്യൂസ് ചേർക്കുന്നത് ഇത് തണുക്കുമ്പോൾ കട്ടിയാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ തണുക്കുമ്പോൾ ഇതങ്ങ് ഷുഗർ ഒത്തിരി ഉള്ളതല്ലേ, അപ്പോൾ ചിലപ്പോൾ അതങ്ങ് ഉറഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഇതിനകത്തൊരു കുറച്ച് നെയ്യ് ഒഴിക്കാം. നമ്മൾ നെയ്യിലാണ് ഫ്രൈ ചെയ്യുന്നത്, അതുകൊണ്ട് ഞാനിതിൽ കുറച്ച് നെയ്യ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ പരന്ന ഒരു പാൻ എടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നമുക്കിത് നെയ്യ് അങ്ങോട്ട് ഒഴിക്കുകയാണ്. നെയ്യിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടോ, 1 സ്ട്രിങ് കൺസിസ്റ്റൻസിയിൽ ഇതെത്തി. കണ്ടോ,
അപ്പോൾ ഇത് മതിയാവും. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കവർ എടുത്തിട്ട് നിറക്കിട്ട്, അതായത് പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അതിൽ ചെയ്താലും മതി. നമ്മൾ ഈ റോസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പൈപ്പിംഗ് ബാഗിലാണെങ്കിൽ ചെയ്യാം. പക്ഷേ ഞാൻ എന്താ ഈ ഒരു കവർ എടുത്തിട്ടുണ്ട്. ഈ കവറിൽ നിറച്ചിട്ട് ഈ സൈഡിൽ ചെറുതായിട്ടൊന്ന് ഹോൾ കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ മാവ് ഇതിലേക്ക് നിറയ്ക്കാം. മീഡിയം ഹീറ്റേ പാടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇത് നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അത് നമ്മൾ സോക്ക് ചെയ്യുമ്പോഴത്തേനും പൊടിഞ്ഞു പോകരുത്. അപ്പോൾ ഇത് നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് ക്രിസ്പി ആയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം ഈ ജിലേബി. അതുപോലെ തന്നെ ഈ നമ്മളിപ്പോൾ ഈ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചത് ചെറിയ വാമായിരിക്കണം, തണുത്ത് പോകരുത്. അഥവാ നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് അത് ചൂടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ കത്തിച്ചിട്ട് അത് ചെറിയ രീതിയിൽ വാം ആക്കി വെച്ചിട്ട് വേണം ഈ ഫ്രൈ ചെയ്ത് അതിനകത്തോട്ട് ഇടാൻ. ഇല്ലെങ്കിൽ ഇത് സോക്ക് ആകത്തില്ല. അതായത് ഈ ജിലേബിയിൽ ജ്യൂസ് അങ്ങോട്ട് സിറപ്പ് അതിൽ പിടിക്കത്തില്ല. ഒരുപാട് ഫ്ലെയിം വെക്കണ്ട, ചെറിയ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു സൈഡായി, നമുക്കിനി തിരിച്ചിടാം. അപ്പോൾ ഇത് കുറച്ച് ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അത് ആ ഷുഗർ സിറപ്പിലേക്ക് ഇടാം. അടുത്ത സെറ്റ് ഇതാകുന്നിടം വരെ ഇതൊന്ന് സോക്ക് ആകട്ടെ. അതുവരെ ഇത് ഇതിനകത്തോട്ട് കിടന്നോട്ടെ. അടുത്ത സെറ്റ് നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ നമ്മുടെ ദീപാവലി സ്വീറ്റായ ജിലേബി റെഡിയായി. കണ്ടോ, നല്ല ജ്യൂസി ആയിട്ടുള്ള ജിലേബിയാണ്. ഹലോ, ഞാനത് കാണിച്ചിട്ട് കണ്ടോ, ഇത്തിരി ജ്യൂസി ആയിട്ട് ഉള്ള ജിലേബിയാണ്. അപ്പോൾ ഇതെല്ലാവരും ദീപാവലിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. ഓക്കെ, താങ്ക് യു ആൾ.